പാകിസ്ഥാനോട് കടുപ്പിച്ച് സൗദി അറേബ്യ രണ്ട് വള്ളത്തിൽ കാലുവെക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ്. സംയുക്ത പ്രതിരോധ കരാർ പ്രകാരം സൗദി ഇറാൻ അക്രമങ്ങളെ പ്രതിരോധിക്കാൻ പാകിസ്ഥാനും ബാധ്യതയുണ്ട്. സൗദി അറേബ്യൻ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ പാക് സൈനിക മേധാവി അസീം മുനീറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സൗദി നിലപാട് വ്യക്തമാക്കിയത്. പ്രജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രജിത്ത്, അടുത്ത കാലത്ത് ഈ കരാർ പ്രകാരം വിവിധ രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ കയറ്റുമതി ചെയ്ത വെടിയുണ്ടകളും മറ്റും പൊട്ടുന്നില്ല, അത് പഴകിയ വെടിയുണ്ടകളാണ് എന്ന വിമർശനവുമായി അസർബൈജാൻ പോലെയുള്ള പല രാജ്യങ്ങൾ അടുത്തിടെ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം ഇതാ ഇപ്പോൾ പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ടും പാകിസ്ഥാൻ ഒരു നിലപാടുമില്ല, രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടുന്ന ഒരു രാജ്യമാണതെന്ന് മറ്റൊരു മുസ്ലിം രാജ്യമായ സൗദിയും പറയുകയാണ്. അപ്പോൾ ആഗോളതലത്തിൽ തന്നെ പാകിസ്ഥാൻ ഒരു നിലപാടില്ലാത്ത രാജ്യമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണല്ലോ. സ്വാഭാവികമായും പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഈ ഘട്ടത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒന്ന്, ഇപ്പോൾ ഹൊർമുസ് വഴിയുള്ള അല്ലെങ്കിൽ ഇന്ധന നീക്കത്തിന്റെ വലിയ പ്രതിസന്ധി അത് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്നത് മറ്റേതൊരു രാജ്യത്തെക്കാളും വലിയ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിസർവുകളുടെ കാര്യത്തിലൊക്കെ വലിയ കുറവും അതേ രീതിയിലുള്ള സാമ്പത്തിക സംവിധാന പ്രശ്നങ്ങളും ഒക്കെ ആ രാജ്യത്തുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം പോലും ഇത്തരം കാര്യങ്ങൾ നേരെയാക്കാനില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അതോടൊപ്പം തന്നെയാണ് സൗദിയുമായി അടുത്ത കാലത്ത് ഒപ്പുവെച്ചിട്ടുള്ള ഈ സംയുക്ത പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാരണം ഈ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ മുതൽ ഇറാനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ പതിവാക്കിയിരിക്കുകയാണ്. ഇറാനിലെ ആക്രമണങ്ങളെ അപലപിക്കുകയും ഒക്കെ പാകിസ്ഥാൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാന്റെ നിലപാട് കൂടുതൽ ഇറാൻ സെൻട്രിക് ആണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ഇതിലെ പ്രധാന പ്രശ്നം എന്നുള്ളത് സൗദിയുമായിട്ടുള്ള ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പാകിസ്ഥാൻ പ്രതിരോധിക്കാൻ സൈനികമായി തന്നെ സഹായിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള സമ്മർദ്ദം പാകിസ്ഥാന്റെ മുകളിൽ വളരെ ശക്തമായി ഉയരുന്നുമുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഒരിക്കലും ഇറാനിനെതിരെ അങ്ങനെ ഒരു നിലപാട് എടുക്കാനും സാധിക്കുകയില്ല എന്നുള്ളൊരു വിഷമഘട്ടത്തിലാണ് അവരുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പാക് സേനാ തലവനായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസീം മുനീറുമായി സൗദിയുടെ പ്രതിരോധ മന്ത്രി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് സൗദി അറിയിച്ചത് എന്നുള്ളതാണ്. കാരണം സൗദിയുമായി ഒപ്പിട്ടിരിക്കുന്ന കരാർ പ്രകാരം ഇറാൻ സൗദിയിൽ നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ബാധ്യത പാകിസ്ഥാനുമുണ്ട്. അതിൽ എന്താണ് നിലപാടെന്നുള്ളത് പാകിസ്ഥാൻ വ്യക്തമാക്കണം. ഇങ്ങനെ രണ്ട് വള്ളത്തിലും കാലു കുത്തുന്ന നിലപാട് പാകിസ്ഥാൻ തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആ യോഗത്തിൽ പാക് സേനാ മേധാവിയെ തന്നെ സൗദിയുടെ പ്രതിരോധ മന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാകും. ഒന്ന്, ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം സൗദിക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിനെ സൈനികമായി പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകേണ്ടി വരുമെന്നുള്ളതാണ്. സ്വാഭാവികമായി ഇറാനെ വെറുപ്പിക്കാനോ അല്ലെങ്കിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഇറാന്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന ആഗോള തീവ്രവാദ പ്രസ്ഥാനങ്ങളെയൊക്കെ വെറുപ്പിക്കാനോ പാകിസ്ഥാന് കഴിയുകയില്ല എന്നുള്ളൊരു പ്രതിസന്ധിയും അവിടെ നിലനിൽക്കുന്നു. നേരത്തെ തന്നെ ഈ ഇറാനിലെ ആക്രമണങ്ങളെയൊക്കെ പാകിസ്ഥാൻ അപലപിച്ചത് വളരെ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നടക്കുന്ന യുദ്ധത്തിൽ, അവിടെ നടക്കുന്ന കോൺഫ്ലിക്റ്റിൽ പാകിസ്ഥാന് പിന്തുണയുമായി അമേരിക്ക രംഗത്ത് വന്നതാണ്. പാക് പ്രധാനമന്ത്രിക്കടക്കം അത് വലിയ രീതിയിൽ പുകഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാക് പ്രധാനമന്ത്രിയെയും പാകിലെ സൈനിക മേധാവിയും ഒക്കെ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് പുകഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ അതിന് പിന്നാലെ ഇറാൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് വലിയ ചർച്ചാ വിഷയമായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ. അതിന് പിന്നാലെ ഇപ്പോൾ ഈ സൗദിയുമായി ഒപ്പിട്ടിരിക്കുന്ന പാക്റ്റിനെ ചൊല്ലി, ഡിഫൻസ് പാക്റ്റിനെ ചൊല്ലിയും ഇപ്പോൾ പാകിസ്ഥാന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യവും ഒരു കൃത്യമായ നിലപാടില്ലായ്മയും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് പാകിസ്ഥാൻ ഈ സൗദിയുമായിട്ടുള്ള കരാറിനെ കണ്ടിരുന്നത് ഏതെങ്കിലും രീതിയിൽ നാളെ അത് ഭാരതത്തിനെതിരെ ഉപയോഗിക്കാമെന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ പാകിസ്ഥാന്റെ നിലപാടില്ലായ്മയൊക്കെ അത്തരം എന്തെങ്കിലും സാഹചര്യങ്ങൾ പോലും ഇല്ലാതാക്കുമെന്നുള്ളതാണ്. ഈ കരാറുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു വാലിഡിറ്റി പോലും ഇല്ലാതാകുന്നു. അതിനെ അങ്ങനെ ഒരു പ്രതിരോധത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാലിഡിറ്റി ഇല്ലായ്മയിലേക്ക് സൗദി തന്നെ ഇപ്പോൾ തള്ളിവിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം സൗദിക്ക് ഇനി പാകിസ്ഥാന്റെ നിലപാടില്ലായ്മ കാരണം നാളെ പാകിസ്ഥാൻ ആവശ്യപ്പെടുകയാണെങ്കിലും ഈ പാക്റ്റുമായി ബന്ധപ്പെട്ട ഈ പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടത്തേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ, സൗദിയിൽ ഉണ്ടായപ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ കരാർ തന്നെ ഒരു പേപ്പറിലെ കരാറായി മാറാനുള്ള സാധ്യതകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ്, അതായത് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു, എന്നാൽ ഈ ധാരണയൊന്നും പാലിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിരോധ കരാറിൻ്റെ ഭാഗമായി വിവിധ രാജ്യങ്ങൾക്ക് നൽകിയ വെടിയുണ്ടകൾ പൊട്ടാത്തതാണ് എന്ന വലിയ വിമർശനം പാകിസ്ഥാനെതിരെ വിവിധ രാജ്യങ്ങൾ അടുത്തിടെ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സൗദി പോലൊരു രാജ്യം പാകിസ്ഥാനെ നമ്പാൻ കൊള്ളത്തില്ല, ഒരു രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടുന്നൊരു രാജ്യമാണ് എന്ന നിലപാടിപ്പോൾ പരസ്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രജിത് മോഹനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.